എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യം തന്നെയാണ് എന്ത്, ക്രിയേറ്റീവ് ആവണം, എൻ്റെ ലൈഫിൽ എനിക്കും എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി കൊണ്ടുവരണമെന്ന്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ആർട്ട് ഓഫ് ദ ക്രിയേറ്റർ. ദാറ്റ് മീൻസ് നമ്മളുടെ സൃഷ്ടാവ് അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം അല്ലെങ്കിൽ ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിലും ആ ദൈവത്തിന് ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാനുള്ള സാധനങ്ങളുടെ നടുവിൽ ഒരു റെപ്രസെൻറ്റേറ്റീവ് വേണം. നേരിട്ട് ദൈവത്തിന് അന്ന മോനെ ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് നേരിട്ട് ഇറങ്ങി കൊണ്ടുതരാൻ പറ്റില്ലല്ലോ. പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു മനുഷ്യൻ്റെ ചിന്ത പ്രവർത്തിക്കണം. ആ ചിന്തയിലൂടെയാണ് ഓരോ പ്രൊഡക്റ്റുകളും സർവീസുകളും ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെയാണ് നമ്മൾ ഈ രണ്ട് കാര്യങ്ങളെ പറ്റി കണക്ട് ചെയ്യുന്നത്. നമ്മളെല്ലാവരും യുണീക്കാണ്, നമ്മൾക്കെല്ലാവർക്കും യുണീക്കായിട്ടുള്ള ഒരു പേർപ്പസ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരാളുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളായിരിക്കില്ല മറ്റൊരാൾക്ക് വരുന്നത്. മീൻസ് പക്ഷേ അധിക സമയത്തും നമ്മൾക്ക് ആ പ്രൊഡക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും പുതിയ കാര്യങ്ങളിലേക്കുള്ള ക്രിയേറ്റീവായിട്ടുള്ള ചിന്തകളിലേക്ക് നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ അധിക സമയത്ത്, ഞാനിപ്പോൾ മെഡിറ്റേഷൻ ഫാത്തിമ കൊടുക്കുന്ന സമയത്ത് ഞാൻ ചില ആളുകളുടെയൊക്കെ കണ്ണിൽ ഇങ്ങനെ കണ്ണീര് ചെറുങ്ങനെ ഇങ്ങനെ ഒഴിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് അവർ ഇവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ പോലും ലൈഫിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ബ്ലെസ്സിങ്സിനെ പറ്റി ഒന്ന് ആലോചിക്കാനുള്ള ഒരു സാഹചര്യത്തിലൂടെ അല്ല കടന്നു പോകുന്നത്. ഒന്നെങ്കിൽ സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണോ അഫെയറിൻ്റെ പ്രശ്നങ്ങൾ കാരണോ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ആരും ഉണ്ടാവില്ല ഈ ഭൂമിയിൽ. ഹെൽത്തോ വെൽത്തോ റിലേഷൻഷിപ്പോ സ്പിരിച്വാലിറ്റി ഒരു ബേസ് ചെയ്തിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു മനുഷ്യന്മാർ പോലും ഈ ഭൂമിയിൽ ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നില്ല. ഏതെങ്കിലും മേഖലയിൽ ചെറിയൊരു ഡെഫിഷ്യൻസി കാണും.